ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ലുലു സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എല്ലാ ലുലു സ്മാർട്ട് ടോക്കുകളും ഒരുപാട് ചിന്തകൾ നമുക്ക് സമ്മാനിക്കാറുണ്ടല്ലേ. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരുപാട് ചിന്തകളിലൂടെ ഒരുപാട് ആശയങ്ങളിലൂടെയാണ് ഇന്നത്തെ ലുലു സ്മാർട്ട് ടോക്കിന്റെ യാത്ര. ഒരു വേദിയിൽ നമുക്ക് എങ്ങനെ ധൈര്യത്തോടുകൂടി 2 വാക്ക് സംസാരിക്കാൻ സാധിക്കും, ഒപ്പം നമ്മുടെ ചിന്തകളെ നമുക്ക് എങ്ങനെ റീഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പല വിഷയങ്ങളിലൂടെ ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ യാത്ര പോവുക. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നു ഇന്റർനാഷണൽ ലൈഫ് കോച്ചും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ സെബിനസ് കൊട്ടാരം. സർ, സ്വാഗതം ലുലു സ്മാർട്ട് ടോക്കിലേക്ക്. നമസ്കാരം. ഓക്കെ, അപ്പൊ എന്തായാലും പബ്ലിക് സ്പീച്ച് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ചിലർക്ക് അത് ഒട്ടും പറ്റിയെന്ന് വരത്തില്ല. ചില ആളുകൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. സാറിന് എപ്പോഴും മുതലാണ് ഇങ്ങനെ പബ്ലിക്കിൽ സംസാരിക്കാം അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടി നിൽക്കാം എന്നൊക്കെ ഒരു രീതിയിലേക്ക് സാർ എത്തിയത് എപ്പോഴായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരിക്കലും സ്റ്റേജിൽ കയറി സംസാരിക്കാനും മറ്റുമൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം ശരിക്കും ഇല്ലായിരുന്നു. ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം മറ്റോ പ്രസംഗ മത്സരത്തിനോ മറ്റോ ഒക്കെ കാണാതെ പഠിച്ചൊക്കെ കയറി, പക്ഷെ ആകെ ഒന്നും മനസ്സിലേക്ക് വരാതെ ആകെ ഒരു ബ്ലാങ്ക് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചു വരുമായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കോളേജിലേക്ക് വന്നപ്പോഴത്തേനും സേനശ്രീ SP കോളേജിലായിരുന്നു. അവിടെ വെച്ച് നാഷണൽ സർവീസ് സ്കീമിന്റെയും മറ്റു NCCയുടെയും മറ്റു സംഘടനകളിലെയൊക്കെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ഒത്തിരി എന്റെ ഉള്ളിലെ ഒരു ഇൻഹിബിഷൻ മാറാനായിട്ട് അത് സഹായിച്ചു. NSSന്റെ ഒക്കെ ക്യാമ്പുകൾ നടക്കാറുണ്ട്, റെസിഡൻഷ്യൽ ക്യാമ്പുകൾ. അപ്പൊ അതിൽ പങ്കെടുക്കുമ്പം അതിൽ ഓരോ ദിവസവും ക്യാമ്പിന്റെ വൈകുന്നേരം അന്നത്തെ ഒരു ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ ആ ഇവാലുവേഷനിൽ ഓരോ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ ഒരാൾ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ എഴുന്നേറ്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മളറിയാതെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഒരു ആവേശത്തിൽ എഴുന്നേറ്റ് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ക്ലാസ്സുകളിലേക്ക് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇനി കൊച്ചു കൊച്ചു ഇൻവോൾവ്മെന്റിലൂടെ ഈ എന്റെ ഉള്ളിലുള്ള ഒരു ഇൻഹിബിഷൻ പതിയെ അങ്ങ് അലിഞ്ഞില്ലാതായി. അപ്പൊ അങ്ങനെ വന്നപ്പം ഒരു ദിവസമായിട്ട് ക്യാമ്പുകളിലെ പ്രോഗ്രാമുകളിലൊക്കെ ചുമ്മാ ആണെങ്കിലും വെറുതെ സ്റ്റേജിലേക്കൊക്കെ കയറും. അങ്ങനെ കയറി നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻഹിബിഷൻ അങ്ങ് മാറി. പിന്നെ അത് കഴിഞ്ഞ് ഇന്നിപ്പം പല രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് 1000-ലധികം വേദികളില് വിവിധ ഭാഷകളിലായിട്ട് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ടോക്ക് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഇൻഹിബിഷൻ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പേടിയില്ലാതെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്തില്ല, ഉള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിനെ ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ചില ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ 2 വാക്കൊന്ന് സ്റ്റേജിൽ നിന്ന് പറയാനോ അല്ലെങ്കിൽ 2 പേരുടെ മുമ്പിൽ പറയാനോ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പലരും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരാറുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് വർഷങ്ങളും പോകുന്ന ഒരാള്, പുള്ളി ഒരു ബാങ്കിൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോഴത്തേനും പുള്ളിക്ക് ആ പ്രൊമോഷൻ ഏറ്റെടുക്കാനായിട്ട് പേടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊമോഷൻ ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ ടീമിനോട് സംസാരിക്കേണ്ടതുണ്ട്, പല വേദികളിലും പുള്ളി സംസാരിക്കണം. അപ്പൊ സംസാരിക്കാനുള്ള ഒരു ഭയം കൊണ്ട് പുള്ളിക്ക് പ്രൊമോഷൻ തന്നെ ഏറ്റെടുക്കാനായിട്ട് വലിയൊരു വൈമുഖ്യം. അങ്ങനെ പുള്ളി കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വന്നു. പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് ആദ്യം തന്നെ പുള്ളിയുടെ മനസ്സിലുള്ള ഈ സ്റ്റേജ് ഫ്രൈറ്റ് മാറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഒരു ഏത് രീതിയിൽ വേണം ഒരു മൈൻഡ് മാപ്പിംഗ് വഴിയായിട്ട് മനസ്സിലേക്ക് പുള്ളി എന്താണോ പറയാൻ കൊണ്ടുവരുന്നത്, അപ്പൊ അതിനെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനു മുമ്പായിട്ട് മനസ്സിനെ റിലാക്സ് ചെയ്ത് പതിയെ പല ഫോളോ അപ്പ് സെഷനിലൂടെ പുള്ളിയിൽ തന്നെ മാറ്റം വരുത്തി ആദ്യം ചെറിയ വേദികളിൽ പുള്ളി കുറച്ച് വാക്കുകളായിട്ട് തുടങ്ങി. ഇനിയിപ്പോ ഏതാണ്ട് 1 മണിക്കൂറിലധികമൊക്കെ പുള്ളിക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അടുത്ത കാലത്ത് തന്നെ വിളിച്ചിരുന്നു. അപ്പൊ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മനസ്സിന്റെ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ പറയുന്ന തരത്തിലുള്ള ഫൈറ്റ്. അത് ഏതാണെങ്കിലും ഇത് ആത്മവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു കാലത്ത് എനിക്ക് നീന്താൻ പേടിയുണ്ടായിരുന്നു. അപ്പം നീന്താനായിട്ട് പേടി, എന്റെ കൂട്ടുകാരൊക്കെ നീന്താൻ വലിയ ആഴമുള്ള സ്ഥലത്തൊക്കെ നീന്തിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അപ്പൊ ഞാൻ നോക്കിയപ്പോ അവരെല്ലാം അവരുടെ എല്ലാം തലയ്ക്കൊപ്പം വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഇത്രയും വെള്ളമേ ഉള്ളൂ? അപ്പൊ അവർ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു ധൈര്യത്തിൽ എടുത്തൊരു ചാട്ടം വെച്ചു കൊടുത്തു. അപ്പം അത്യാവശ്യം നല്ല ആഴമുള്ള കയമായിരുന്നു, ഇടുക്കി ജില്ലയിലായിരുന്നു. അപ്പൊ ഞാൻ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോയി. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് പിടിച്ചു പൊക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്തുള്ള ഒരു സ്ഥലത്ത് അധികം വെള്ളമില്ല, എന്നാൽ ചെറിയ ഒഴുക്കുണ്ട്. അപ്പൊ ഒഴുക്കിനനുസരിച്ച് ഞാൻ മുന്നോട്ട് തന്നെ നീന്തി കൈയിട്ടടിച്ച് നീന്തി ഇങ്ങനെ ഒരു പാറപ്പുറത്ത് പോയി അവിടെ പോയി ഇരിക്കും. പിന്നെ തിരിച്ചു വരും, നീന്തി അങ്ങോട്ട് ചെല്ലും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു ദിവസം അന്ന് ഞാൻ ആദ്യം മുങ്ങി ആ ഭാഗത്ത് ഫ്രണ്ട്സ് ഒക്കെ കുളിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേന് ഇച്ചിരി മൂത്തൊരു ചേട്ടനുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നീന്താനായിട്ട് കൈ നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു ആ കൈയിലോട്ട് കിടന്നിട്ട് ഞാൻ കൈ വെച്ച് തുഴയാൻ പറഞ്ഞു. അപ്പൊ തുഴഞ്ഞപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ പുള്ളി കൈ നീട്ടി പിടിച്ച് ഞങ്ങൾ അക്കരയ്ക്ക് വരെ നീന്തി, തിരിച്ചു അതുപോലെ കൈ നീട്ടി പിടിച്ചു.
തിരിച്ചു പുള്ളി എന്നോട് പറഞ്ഞു തന്നെ ഒന്ന് തുഴഞ്ഞു നോക്കി, ഞാൻ തൊട്ട് പുറകിലുണ്ട്. അപ്പൊ പുള്ളി തൊട്ട് സൈഡിലുണ്ടായിരുന്നു, ഞാൻ തന്നെ തുഴഞ്ഞു നോക്കി. അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി. തിരിച്ച് എന്നോട് പറഞ്ഞു ഞാൻ തൊട്ട് പുറകിലുണ്ട്, അതുപോലെ അങ്ങ് തുഴഞ്ഞു നോക്കാം. ഇങ്ങനെ തുഴഞ്ഞ് അക്കരെ എത്തിയപ്പോഴത്തേന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പുള്ളി എന്റെ ഒപ്പം ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണ് നീന്തിയത്. അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ഇതേ കയത്തിൽ ഒറ്റയ്ക്ക് നീന്തിക്കോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാകണമെന്നില്ല. കാരണം ഞാൻ ഇതിനകത്ത് മുങ്ങിപ്പോകുന്നുള്ളൊരു പേടിയാണ്. അപ്പൊ ഞാൻ പുള്ളിയുടെ ഒപ്പം പുള്ളി എന്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞാൻ തന്നെ നീന്തി അക്കരെ എത്തിയപ്പോ എനിക്ക് കോൺഫിഡൻസ് ആയി, കാരണം എന്നെ കൊണ്ട് ഇത് പറ്റും. അപ്പൊ അത് തന്നെയാണ് നമ്മള് ഈ ഒരു ആത്മവിശ്വാസമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ സഭാകമ്പം ഇന്റർറിലേറ്റഡ് ആയിരിക്കുന്നത്. ഈ ആത്മവിശ്വാസം മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഏത് വേദിയിലാണെങ്കിലും ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിൽ പോലും ഏത് കൾച്ചറിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവിടെയെല്ലാം നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ അവരെല്ലാം വലിയ ആൾക്കാർ, ഞാനൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആശയം നമുക്ക് ശരിക്കും ഫലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആകെപ്പാടെ അവരിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മളപ്പം ഒരിക്കലും നമ്മളുടെ ചിന്തകളിലേക്ക് നമ്മളുടെ മനസ്സ് പോകത്തില്ല. അപ്പൊ അവരെന്ത് വിചാരിക്കും ആ ഒരു ചിന്തയിലേക്ക്. അപ്പൊ അതാദ്യം മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവര് എന്ത് വിചാരിക്കും. അപ്പൊ ഏത് വേദിയിലാണല്ലോ നമ്മൾ ചെല്ലുമ്പം നമ്മളെ ആ വേദിയിൽ നമ്മുടെ ഒരു പ്രസൻസ് വേണം എന്നാഗ്രഹിക്കുന്നവരാണല്ലോ ആ വേദിയിലേക്ക് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ. ആ ഒരു അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ വേദികളിലാണെങ്കിൽ പോലും നമുക്കൊരു സ്വാഭാവികമായിട്ട് പറയാൻ പറ്റും. പലപ്പോഴും പല പ്രോഗ്രാമുകൾക്കും അധികം പ്രിപ്പയർ ചെയ്യാറുണ്ടെങ്കിൽ പോലും അവിടെ എത്തുമ്പോൾ നമ്മൾ ആ ഒരു ഓഡിയൻസിന്റെ ഒരു പൾസ് അനുസരിച്ച് ആയിരിക്കും നമ്മളങ്ങ് സംസാരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് അവരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് നമുക്ക് സ്വാഭാവികതയോടെ അങ്ങോട്ട് പറയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള കണ്ടന്റ് നോളജ് ആണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു ചാറ്റിംഗ് ആണെങ്കിൽ പോലും അല്ലെ ഒരു സാധാ വിഷയത്തെ കുറിച്ചാണല്ലോ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കണ്ടന്റ് ഉണ്ടായിരിക്കണം. രണ്ട്, ഈ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏതൊക്കെ രീതികളിലൂടെ, ഒന്ന് വായനയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, രണ്ട് ഒബ്സർവേഷനിലൂടെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേന് പല കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കാഴ്ചകൾ വെറുതെ അങ്ങനെ കണ്ടുപോകുമ്പോൾ നമുക്ക് അതിനകത്തുനിന്നൊന്നും കിട്ടത്തില്ല. പക്ഷെ ആ കാഴ്ചകൾ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പാർക്ക് കിട്ടിയാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വായനയിലൂടെ നമ്മളുടെ ആർജിക്കുന്ന അറിവുകൾ, പിന്നെ നമ്മളുടെ ഈ അനുഭവത്തിലൂടെ വ്യക്തികളുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളിലൂടെ, മറ്റുള്ളവർ നമ്മളോട് ഉള്ള പെരുമാറിയതിലൂടെ സ്വാഭാവികമായിട്ട് അതോരോ പാഠങ്ങളാണ് നമുക്ക്. അപ്പൊ ഇന്ന സാഹചര്യത്തിൽ ഇന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുകയും മറ്റുള്ളവർ നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഇന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും എന്നുള്ളൊരു പാഠമാണ് നമുക്ക് കിട്ടുന്നത്. ടോക്കിൽ എന്ന് പറയുമ്പോഴത്തേന് നൈസർഗികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ അനുഭവങ്ങളിലൂടെയുള്ള വായനയിലൂടെ, അനുഭവങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെയുള്ള ഓരോ ഘടകങ്ങൾ അത് ഉചിതമായ സ്ഥാനത്ത് അതാത് സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അത് ആപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊരു ഇൻസ്പിറേഷണൽ സ്പീച്ച് ആണെങ്കിലും ഒരു ടെക്നിക്കൽ ടോക്ക് ആണെങ്കിലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആകാം, അനുഭവങ്ങളാകാം, ചിന്തകളാകാം. അത് കടന്നു വന്നു കഴിയുമ്പോൾ അതിനൊന്നും കൂടെ ബലമാണ് കിട്ടുന്നത്. അപ്പൊ അത് നമ്മൾ അത്തരത്തിൽ നമ്മുടെ പ്രസന്റേഷനെ നമ്മൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ നമ്മുടെ സ്പീച്ചിനെ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പൊ അതിന് കൂടുതൽ ഒരു ഡെപ്ത് ഉണ്ടാകും. ചിലപ്പോൾ ഒരു ചിന്തയായിരിക്കും, പക്ഷെ ആ ഒരു ചിന്തയ്ക്ക് ഒത്തിരിയേറെ ആഴത്തിലോട്ട് പോകാൻ പറ്റും. അപ്പൊ അത് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത ഇട്ട് കൊടുത്താലും മതി. സാർ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ടീം ലീഡ് ആവാനായിട്ട് ചില ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത്രയും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ എന്നുള്ളൊരു പേടി ചിലപ്പം ചിലർക്കുണ്ടാവും. അയ്യോ പ്രൊമോഷൻ കിട്ടരുതെന്ന് ചിലപ്പോൾ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടീമിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏത് തരത്തിലായിരിക്കണം, എങ്ങനെയായിരിക്കണം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ്? നമ്മളൊരു ടീം ലീഡർ ആയിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അസർട്ടീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അപ്പൊ അതായത് ശരി എന്നുള്ളിടത്ത് ശരി പറയേണ്ടടുത്ത് ശരി പറയാനും, നോ പറയേണ്ടടുത്ത് നോ പറയാനും, യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നമുക്ക് സാധിക്കണം. രണ്ടാമത് ഒരു ടീം ലീഡർ എന്ന് പറയുമ്പോഴത്തേന് അവിടെ നമ്മുടെ വാക്കുകൾക്ക് സോഫ്റ്റ് ആകേണ്ടടുത്ത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറയണം, അതേസമയത്ത് സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ ആ വാക്കുകൾ പറയാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയും വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് അതല്ലെങ്കിൽ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയി കഴിയുമ്പം ഈ പറയുന്ന മറ്റുള്ളവർ തലയിൽ കയറും. ഒത്തിരി സ്ട്രോങ് ആയിട്ട് കഴിയുമ്പോഴത്തേന് ഒരു അരഗന്റ് ആണ്, അല്ലെ ഏകാധിപതിയാണ് എന്നുള്ള രീതിയിലും വരും. അപ്പം എല്ലാവരുടെയും വാക്കുകൾക്ക് ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതേസമയം അതില് വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ അതെല്ലാം സ്വീകരിക്കണമെന്നില്ല. അതിൽ ഉചിതമായിട്ടുള്ളത് സ്വീകരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുക, ഉചിതമായിട്ടുള്ള സ്വീകരിക്കുക, അല്ലാത്തതിനെ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ തന്നെ അതിനെ ഒഴിവാക്കുക. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു ടീമിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്
വാക്കിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ പ്രവൃത്തി. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ചിട്ട് വാക്കതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാലും ആളുകൾ അത് അംഗീകരിക്കത്തില്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തിയും വാക്കും തമ്മിൽ മാച്ചിങ് ആയിരിക്കണം. അപ്പൊ അത് നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിനകത്ത് പ്രധാനപ്പെട്ടതാ. കാരണം നമ്മളൊരു പബ്ലിക് സ്പീക്കിങ്ങില് ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി ലാംഗ്വേജ്. അപ്പൊ അതില് എന്റെ ഒരു പുസ്തകം തന്നെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലെന്നാന്ന് വെച്ചാൽ നമ്മള് ഒരാളോടൊരു കാര്യം സംസാരിക്കുന്നു, പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന സത്യസന്ധം അല്ല എങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് റിഫ്ലക്ട് ചെയ്യും. നമ്മുടെ കണ്ണുകള്, നമ്മുടെ ഭാവം, നോട്ടം, ജെസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ് അത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് കാരണം നമ്മളുടെ ബോഡി ലാംഗ്വേജിന് നമുക്ക് പർപ്പസ്ഫുള്ളി മറയ്ക്കാൻ പാടായിരിക്കും, അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അവിടെ നമ്മുടെ ബോഡി ലാംഗ്വേജും മാച്ചിങ് ആയിരിക്കണം, നമ്മുടെ വാക്ക് മാച്ചിങ് ആയിരിക്കണം, ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടീം ലീഡറായിട്ട് അതിപ്പോ ഒരു കമ്പനിയിലാകാം, ഒരു പ്രസ്ഥാനത്തിലാകാം, ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ പറ്റും ആ ഒരു ലീഡർഷിപ്പ് നിലനിർത്തിക്കൊണ്ട്. ഇത്തരം പ്രസന്റേഷനുകളാണെങ്കിലും സ്പീച്ച് ആണെങ്കിലും ഒക്കെ ഒരു നോട്ട് എപ്പോഴും കൈവയ്ക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു കൂടുതൽ കോൺഫിഡൻസ് തരില്ലേ? തീർച്ചയായിട്ടും വളരെ കറക്റ്റാണ്. കാരണം ഞാനിപ്പം നമ്മളിപ്പോ ആയിരക്കണക്കിന് വേദികളിൽ പ്രസംഗിച്ചാൽ ഇപ്പോഴും ഞാൻ പുതുതായിട്ട് ഒരിടത്ത് ഒരു ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോഴാണേലും അത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ നോട്ട്സും മറ്റും എഴുതിയിട്ടാണ് പോകുന്നത്. കാരണം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, നമ്മള് വാരി വലിച്ച് നമ്മൾ പറയത്തില്ല, കാട് കയറി പറയത്തില്ല. രണ്ട്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്സ് എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. മൂന്ന്, നമുക്ക് ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റും സൈക്കോളജി PhD എടുത്തൊക്കെയുള്ള ആളാണ്. മനുഷ്യനെ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേന് അവിടെ 1 മണിക്കൂറോളം പ്രസംഗമാണ്. പക്ഷെ ആ പ്രസംഗിക്കാൻ വേണ്ട, അവിടെ പ്രസംഗിക്കാനുള്ള കണ്ടന്റ് എല്ലാം എഴുതിയെടുത്ത് ആ കണ്ടന്റ് കയ്യിൽ വെച്ചോണ്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അല്ലെ എത്രയോ വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അത് കൃത്യമായിട്ട് ആ ടൈം പാലിക്കാനും ആ കണ്ടന്റ് ഡെലിവറി പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്താനും ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം കടന്നു വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്യൂ കാർഡ്സ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് നമ്മളെ സഹായിക്കും. ഇപ്പൊ IELTS എക്സാമിന്റെ തന്നെ സ്പീക്കിംഗ് മോഡ്യൂൾ ഉണ്ട്. അപ്പൊ സ്പീക്കിംഗ് മോഡ്യൂളിൽ നമുക്കൊരു ക്യൂ കാർഡ് തരാറുണ്ട്. ഒരു ഇന്ന പോയിന്റ്സ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എക്സ്പീരിയൻസ് സാങ്കല്പികമായിട്ട് നമ്മൾ ഉണ്ടാക്കി പറയുക എന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ഒരു ക്യൂ കാർഡ് നമ്മൾ ഈ പറഞ്ഞ മെയിൻ പോയിന്റ്സ് അത് ജസ്റ്റ് ഒന്ന് അത് വായിക്കുക എന്നുള്ളതല്ല. വായിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. വായിക്കുക എന്നതിന് ഒരിക്കലും ഒരു പബ്ലിക് സ്പീക്കിങ്ങുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നതാണ് വായന എന്ന് പറഞ്ഞത്. പക്ഷെ വായിക്കുകയല്ല, മറിച്ച് ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും ഇന്നാണ് പറയാൻ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ അതിനെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഐ കോൺടാക്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സാറിന് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. അപ്പം അതൊന്ന് പറയാം, എങ്ങനെയായിരിക്കണം ഒരു ഐ കോൺടാക്ട് ഏത് രീതിയിൽ നിലനിർത്തണം? അതെ, തീർച്ചയായിട്ടും. ചില ആൾക്കാരുണ്ട് അവർക്ക് ഉള്ളിൽ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് അല്ലെങ്കിൽ മറ്റൊരു കോൺഫിഡൻസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഐ കോൺടാക്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ ഐ കോൺടാക്ട് എപ്പോഴും മറ്റുള്ളവരുടെ മുഖത്ത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അതിനർത്ഥം ആളുകളെ തുറച്ചു നോക്കുക എന്നല്ല. അപ്പൊ ഒരാളുടെ മുഖത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുറച്ചു നോക്കുന്നതെന്ന് വരെ അവരുടെ മുഖത്തോട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അവരുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് സംസാരിക്കുക. അപ്പൊ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ, ഒരു ഇന്റർവ്യൂലാണെങ്കിൽ ഇപ്പൊ ചോദിച്ചത് ഒരു ചെയർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബോർഡ് മെമ്പർ ആയിരിക്കും എന്ന് വെച്ചുകൊണ്ട് ആ ആളുടെ മുഖത്തോട്ട് മാത്രം നോക്കിക്കൊണ്ടല്ല നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ആ ഗ്രൂപ്പിൽ, ആ ഇന്റർവ്യൂ ബോർഡിലുള്ള എല്ലാവരുടെയും മുഖത്തോട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളുടെ ഹെഡ് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് റൊട്ടേറ്റ് ചെയ്ത്, അതൊരിക്കലും ഒരു റോബോ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ആ രീതിയിലും ആകരുത്. നാച്ചുറലായിട്ട് നമ്മൾ എല്ലാവരുടെയും മുഖത്തോട്ട് നമ്മുടെ കണ്ണെത്തുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ നോക്കുക. അപ്പൊ അങ്ങനെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഈ ചില ആൾക്കാരുണ്ട് മുകളിലേക്ക് നോക്കി സംസാരിക്കാറുണ്ട്, സൈഡിലേക്ക് നോക്കും, ചിലപ്പോൾ താഴോട്ട് കുഞ്ഞായിരിക്കും. അതെല്ലാം ഒരു റോങ് വേ ആണ്. എപ്പോഴും നമ്മൾ അവരുടെ മുഖത്ത് നോക്കി, അത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജും കൂടെയാണ്. അപ്പൊ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി, ഇപ്പം അവർ ചിരിക്കുമായിരിക്കും, അല്ലെ നമ്മളെ ശ്രദ്ധിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ കണ്ണിലോട്ട് നമ്മൾ നോക്കി സംസാരിക്കുമ്പോൾ നമുക്കും അവർക്കും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് മുറിയും. അപ്പൊ ബ്രിഡ്ജ് മുറിയുമ്പോൾ അവരുടെ ചിന്തകളും അവരുടെ ഫോക്കസും വേറെ തലത്തിലോട്ട് വരും. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാനായിട്ടും ഈ ഐ കോണ്ടാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഒപ്പം തന്നെ സാറിന്റെ ഒരു ബുക്ക് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്, റീഡിസൈൻ ചെയ്യുക എന്ന്. നമ്മുടെ ചിന്തകളെ റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ തീമായിട്ട് എത്തിയിട്ടുള്ളത്. എങ്ങനെ നമ്മുടെ ചിന്തകളെ നമുക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റും? അങ്ങനെ സാധ്യമാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ ഫിസിയോളജി, ഇത് നാലും തമ്മിൽ വളരെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളുടെ ചിന്തകൾ ഏതു തരത്തിലുള്ളതാണോ
അതിനനുസരിച്ചുള്ള ഒരു ഇമോഷൻ ആയിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ആരോടെങ്കിലും നമുക്ക് ഒരു അനിഷ്ടം ഉണ്ടാവും. ഒരാളെ കുറിച്ച് വേറൊരാള് മോശമായിട്ട് നമ്മളോട് പറയുക, ആൾ അങ്ങനത്തെ മെച്ചമുള്ള ആളല്ല, അല്ലെ ആ ആള് നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ ഒക്കെ ഒരാൾ പറയുക. അത് സത്യമാകാം, നുണയാകാം. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ വന്നെങ്കിൽ ആള് കൊള്ളത്തില്ല, ആളിങ്ങനെ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, അല്ലെ ആളത്ര പെർഫെക്റ്റ് അല്ല. അപ്പൊ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ആ വ്യക്തിയോട് വളരെ ഫ്രീ ആയിട്ട്, വളരെ ഓപ്പൺ ആയിട്ട്, വളരെ സ്നേഹപൂർവ്വം നമുക്ക് പെരുമാറാൻ സാധിക്കത്തില്ല. അപ്പൊ ആ വ്യക്തിയോടുള്ള നമ്മുടെ ഒരു പക്ഷേ ആറ്റിറ്റ്യൂഡ്, ഞാൻ ഇത്രയൊക്കെ ആ വ്യക്തിക്ക് ചെയ്തിട്ടും ആ വ്യക്തി എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ പറഞ്ഞ് എന്ന രീതിയിൽ ചിലപ്പോൾ ഒരു ദേഷ്യമായിട്ടായിരിക്കും നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോടുള്ള നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഒരു ഇമോഷൻ വരുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ഇമോഷണൽ മാറ്റം ഉണ്ടായി. അപ്പൊ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ആ വ്യക്തി നമ്മുടെ അടുത്തോട്ട് വരുമ്പം നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ നെറ്റിത്തടങ്ങളും നമ്മുടെ മുഖവും മസിൽസ് ഒക്കെ വലിഞ്ഞു മുറുകിയായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മുടെ ഫിസിയോളജിക്കലായിട്ട് അവിടെ ചേഞ്ച് ഉണ്ടായി. അപ്പൊ ഈ പറയുന്ന ഒരു ചിന്ത ഒന്ന് മാറിയപ്പം ഇനിയിപ്പോ ആ വ്യക്തി ഇങ്ങനെയൊന്നും നമ്മളോട് ചെയ്തിട്ടില്ല, എന്നാൽ കൂടെ തെറ്റായിട്ടുള്ള ഒരു ചിന്ത, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടെ തെറ്റായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അത് നമ്മുടെ ഇമോഷൻസിനെ അഫക്ട് ചെയ്തു, നമ്മുടെ ബിഹേവിയറിനെ അഫക്ട് ചെയ്തു, നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള മേഖലയെ അഫക്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിന്തകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, അതാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിലും പറയുന്നത്. ഇപ്പൊ മലയാളത്തില് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഇറങ്ങുന്ന ആദ്യത്തെ പുസ്തകം കൂടെയാണ് ഈ റീഡിസൈൻ ചെയ്യാൻ ചിന്തകള് ബിയോണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അതുകൊണ്ടാണ് ഇപ്പം ഈ ചിന്തകളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാ രീതിയിലും, കാരണം നമ്മുടെ ചിന്തകളിൽ ഫലത്തിന്റെ വിത്താണ്, തോട്ട്സ് ആർ ദ സീഡ്സ് ഓഫ് റിസൾട്ട്സ് എന്ന് പറയാറുണ്ട്. ഫലത്തിന്റെ വിത്താണ് ചിന്തകൾ എന്ന്. അപ്പൊ ഇന്ന് ലോകത്തിലെ വലിയ അത്ഭുതങ്ങൾ, ഏതൊരു വലിയ അത്ഭുതങ്ങൾ ഒരു കാലത്തൊരു ചിന്തയായിരുന്നു. ഒരു കാലത്ത് അത് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു കാലത്തൊരു ചിന്തയിൽ നിന്ന് തുടങ്ങി. പക്ഷെ ആ ചിന്ത ഡെവലപ്പ് ചെയ്തപ്പോഴത്തേന് അത് റിയാലിറ്റിയിലോട്ട് വന്നു. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിലും അത് എങ്ങനെ ആ ചിന്ത ഡെവലപ്പ് ചെയ്താലാണ് റിയാലിറ്റി ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ. ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ശാസ്ത്ര ശാഖകളിലൊക്കെ പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മള് പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ചിന്തിക്കാനും ഏതൊരു പ്രതിസന്ധിയിലും അതിന്റെ പോസിറ്റീവ് സൈഡ് കാണാനും നമുക്ക് സാധിച്ചാൽ അവിടെ റിസൾട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. അല്ലെ അതേസമയം ഓപ്പോസിറ്റ്, നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇപ്പൊ ഒരു എക്സാം എഴുതാൻ പോകുന്നു, ഞാൻ ജയിക്കത്തില്ല, അല്ലെ ഒരു ഇന്റർവ്യൂവിന് ഒന്നും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, എനിക്കൊന്നും കിട്ടത്തില്ല, അല്ലെ ഒരു സ്ഥലത്തോട്ട് പോകുന്നു, ഞാൻ ശരിയാകത്തില്ല, അല്ലെ ഒരു പ്രസന്റേഷൻ എടുക്കാൻ പോകുന്നു, ഞാൻ ശരിയാകത്തില്ല, അവരെല്ലാം വലിയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ആ ഒരു മുൻവിധിയോടുകൂടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് ആദ്യം തന്നെ സമ്മതിച്ചു യു ആർ എ ഫെയിലിയർ, അല്ലെങ്കിൽ നമുക്കത് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിലാദ്യം നമ്മൾ ആ ഒരു ചിന്തയായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിയാലിറ്റി ചെല്ലുമ്പോൾ അത് തന്നെയായിരിക്കും. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇച്ചിരി വീക്ക് ആണെങ്കിൽ കൂടി. അതാണ് ഈ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ തിയറികളിലൊക്കെ പറയുന്നുണ്ട്. ആർണോൾഡ് ഷ്വാർസ്നെഗർ ഈ ചിന്തകളെ ഒത്തിരി പരിവർത്തനം വരുത്തി, പോസിറ്റീവായിട്ട് പരിവർത്തനം വരുത്തി വിഷ്വലൈസേഷൻ ഒക്കെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സിനിമ അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ അത് 100 ദിവസം ഓടി, ആ സിനിമയുടെ 100ാം ദിവസം ആഘോഷം വലിയ മാധ്യമപ്രവർത്തകർ, ലോകത്തെമ്പാടും എന്നുള്ള മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നിരന്നിരിക്കുന്നു. അവരിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ആൻസർ ഒക്കെ പറയുന്നു. അത് പുള്ളി വിഷ്വലൈസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ പടത്തിന്റെ 100ാം ദിവസം ആഘോഷം പുള്ളി വിഷ്വലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിലാണ്. അത് പിന്നീട് തന്റെ ഈ മിസ്റ്റർ യൂണിവേഴ്സ് കിരീടം നേടിയ ആ ഒരു മേഖലയിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, എല്ലാ മേഖലയിലും തന്റെ ചിന്തകളെ ഈ രീതി പരിവർത്തനം വരുത്തിയതായിട്ട് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മുടെ പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ചിന്തകളെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം, അത് കുടുംബജീവിതത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, നമ്മുടെ പഠന രംഗത്താകട്ടെ, ബിസിനസ്സിലാകട്ടെ, എല്ലാ മേഖലയിലും അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും വഴികളും ഉദാഹരണങ്ങളും ജീവിത സംഭവങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചാണ്ടായി ഈ പുസ്തകത്തിൽ. അപ്പൊ പുസ്തകത്തിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് രാജ്യാന്തര പുസ്തകമേളയിൽ വെച്ചായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശനം. കേരളത്തിലെ മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവും ഒക്കെ ആയിരുന്നു ജയകുമാർ സാറായിരുന്നു പുസ്തകം പ്രകാശിപ്പിച്ചത്. അപ്പം വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള, കാരണം ഒരു റെസ്പോൺസ് ഇപ്പം വായനക്കാരിൽ നിന്നെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവരുടെ എല്ലാം ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ചിന്തകളെ ഒന്ന് ശരിയായ രീതിയിൽ ക്രമീകരിച്ചാൽ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഏതൊരു കാര്യത്തിന്റെയും റിയാലിറ്റി ആയിരിക്കുകയില്ല. ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷനാണ്, നമ്മുടെ വിലയിരുത്തല. ഈ വിലയിരുത്തല് ഒരിക്കലും റിയൽ ആകണമെന്നില്ല. ഇപ്പൊ ഒരു കാര്യത്തിന്റെ നമുക്ക്
നമുക്കിപ്പോ ഒരു സമുദ്രത്തിന്റെ ഒരു തുള്ളി സമുദ്രജലം രുചിച്ചു നോക്കിയാൽ സമുദ്രത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയുടെ ബിഹേവിയർ, ആ വ്യക്തി ഏതെങ്കിലും ഒരു സമയത്ത് പെരുമാറിയ പെരുമാറ്റത്തെ അസസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് സാഹചര്യങ്ങളാകാം, മറ്റുള്ള കാര്യങ്ങളാകാം. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള പെർസെപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ചിന്തകളെ കറക്റ്റ് ചെയ്യുക. അത് സൈക്കോളജിയിൽ തന്നെ പല കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, അതിനകത്തെല്ലാം ഈ ചിന്തകളുടെ ഒരു പരിവർത്തനത്തിലൂടെ ഒരാളുടെ ജീവിതത്തിൽ തന്നെ വലിയ പോസിറ്റീവ് ചേഞ്ച് വരുത്തുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതിന്റെ എല്ലാം കണ്ടന്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ചിലപ്പോ ഒരു കാര്യത്തിന്റെ 90% സത്യം ഉണ്ടായിരിക്കും, 10% കള്ളമായിരിക്കും. പക്ഷെ ഈ പലപ്പോഴും പരദൂഷണങ്ങളിൽ, ഗോസിപ്പുകളിലൊക്കെ സംഭവിക്കുന്നതാ. 90% സത്യമുണ്ട്, 10% കള്ളം. ഈ പറയുന്ന പിന്നെ ചില കാര്യത്തെ കുറിച്ച് തെറ്റായിട്ട് വിലയിരുത്താറുണ്ട്. ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറി, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ആ വ്യക്തി സ്വയം പറഞ്ഞേക്കുക. ആ വ്യക്തി പെരുമാറിയതിന്റെ കാരണം സ്വയം തീരുമാനിക്കുക. ആ വ്യക്തി പെരുമാറിയതിന്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കണമെന്നില്ല. പക്ഷെ ഈ വ്യക്തിയുടെ പെർസെപ്ഷൻ തെറ്റായിട്ട് വന്നപ്പോഴത്തേന് ഈ വ്യക്തിയോടുള്ള പെരുമാറ്റത്തില്, ബന്ധത്തില് അതെല്ലാം അത് നിഴലിക്കും. ചിലപ്പോൾ ആ ബന്ധം മുറിയാനും അകലാനും ഒക്കെ ഇടവരും. ഇനി ചിലപ്പോൾ ചിലര് തെറ്റായിട്ട് വളച്ചൊടിക്കാറുണ്ട് ചില കാര്യങ്ങളെ, ചില സംഭവങ്ങളെ, ചില വാക്കുകളെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതും ഈ പറയുന്ന ചിന്തകളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കും. ചിലതില് ഡിസ്റ്റോർട്ടഡ് തോട്ട്സ് ആയിരിക്കും, വളരെ വളച്ചൊടിക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ ശരിയല്ലാത്ത രീതിയിൽ, കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള ചിന്തയായിരിക്കും ഒരു റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാതെ വരുന്നത്. അപ്പൊ ഇതെല്ലാം ആ ചിന്തകളെ സ്വാധീനിക്കുമ്പം ചിലപ്പം തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ ഒരാളുടെ മനസ്സിൽ കിടക്കുന്ന ഇത്തരം ഡിസ്റ്റോർട്ടഡ് തോട്ട്സ് ആയിരിക്കും, റോങ് വേയിൽ ഇന്റർപ്രറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളായിരിക്കും. കാരണം അർദ്ധസത്യങ്ങള് കള്ളത്തേക്കാൾ ദൂഷ്യമാണ്. അപ്പൊ അതിനെ എല്ലാം കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഒഴിവാക്കാൻ പറ്റും, മനസ്സിന് കൂടുതൽ സമാധാനം കൈവരുത്താൻ പറ്റും, നമുക്ക് കൂടുതൽ സന്തോഷം നേടിയെടുക്കാൻ പറ്റും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ജോലിയിലാകട്ടെ ബിസിനസ്സിലാകട്ടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും, കൂടുതൽ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം അപ്പൊ ഇത്രയും നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ ചിന്തകളിലെല്ലാം മാറ്റം വരുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് വളരെ ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, സന്തോഷം നിറഞ്ഞതായിരിക്കും. അവിടെ നമ്മളുടെ ആയുസ്സും വർദ്ധിക്കും. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, റോങ് ആയിട്ടുള്ള ചിന്തകൾ, തെറ്റായിട്ടുള്ള വ്യാഖ്യാനിക്കപ്പെട്ട ചിന്തകൾ, ഇതെല്ലാം മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലെ വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം, അസൂയ, അലസത ഇതെല്ലാം കൂടെ വരുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ കാർന്നു തിന്നും. അപ്പൊ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർക്കെല്ലാം അതെല്ലാം ഉണ്ട്, എനിക്കില്ല. അത് അംഗീകാരമാകാം, സമ്പത്താകാം, മറ്റുള്ള കാര്യങ്ങളാകാം. അപ്പൊ സ്വയം അങ്ങോട്ട് ഈ ദുർബലമായ ചിന്തകളിൽ സ്വയം ഇത്തരത്തിലുള്ള വെറുപ്പുമെല്ലാം നിൽക്കുമ്പോഴത്തേന് അത് ഈ വ്യക്തിയുടെ ആരോഗ്യത്തെയും മാനസിക ശാരീരിക ആരോഗ്യത്തെയൊക്കെ ബാധിക്കും. അപ്പൊ അതിന് ആണ് ഏറ്റവും നമ്മൾ ഈ ചിന്തകളെ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ മേഖലകളിലെല്ലാം കൂടിയാണ് മാറ്റം വരുന്നത്. ഇതിൽ സാർ ഓൾറെഡി വേറൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്, കംഫർട്ട് സോണിൽ നമ്മൾ പുറത്തു വരിക എന്നുള്ളത്. ആക്ച്വലി അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ശരിക്കും അത് സാധ്യമാണോ? അത് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു തെറ്റാണോ? കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് തെറ്റല്ല. കാരണം കംഫർട്ട് സോണിൽ ഇരിക്കുമ്പം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ അടുത്ത് വന്ന ഒരാള്, പുള്ളി എന്നോട് പറഞ്ഞു, ഇപ്പൊ ഒരു 50-55 വയസ്സ് അടുത്തുണ്ട്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, അന്ന് പുള്ളിക്ക് വർഷങ്ങൾക്ക് മുമ്പ് 10-30 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി PG ഒക്കെ കഴിഞ്ഞതാ. അപ്പൊ അന്ന് PG കഴിഞ്ഞവർക്ക് കോളേജില് ലെക്ചറായിട്ട് ജോലി കിട്ടും, ജോലിക്ക് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് പുള്ളിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി, ഒരു കോളേജിൽ തന്നെ ക്ലർക്കായിട്ട് ജോലി കിട്ടി. അപ്പൊ ചെറിയ പ്രായമാണ്, 10-20 വർഷം കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി ചിന്തിച്ചപ്പോഴത്തേന് പുള്ളി ആ ജോലിയിൽ തന്നെ അവിടെ നിൽക്കുമായിരുന്നു. പുള്ളി ചിന്തിച്ചപ്പോ കൂടെ അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന പലരും ഒക്കെ ആദ്യത്തെ ഒരു സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവര് കോളേജ് ലെക്ചർ സ്ഥാനത്തേക്ക് അല്ലെ അതിനനുസരിച്ചുള്ള മറ്റു പോസ്റ്റുകളിലേക്ക്, അവരുടെ യോഗ്യത അനുസരിച്ചുള്ള മറ്റു പോസ്റ്റുകളിലേക്കൊക്കെ വന്നു. പുള്ളി അപ്പൊ ഈ ഒരു കംഫർട്ട് സോണിൽ പുള്ളി നിന്നപ്പം 10-20 വർഷം കഴിഞ്ഞപ്പോ പുള്ളിക്ക് വലിയൊരു ഇച്ഛാഭംഗം. ആ സമയത്ത് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് ഞാൻ എന്റെ കഴിവിനനുസരിച്ച്, എന്റെ യോഗ്യത അനുസരിച്ച് ഞാൻ എത്തിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് പിന്നെ മനസ്സിലേക്ക് വരുന്നത്. അത് പിന്നെ ആ ഒരു കാലത്ത് നമ്മള് നേടിയെടുക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് ഒരു കളിപ്പാട്ടം കിട്ടുമ്പം ഒരു സന്തോഷമായിരിക്കും. പക്ഷെ ഒരു 20-25 വയസ്സിൽ നമുക്ക് അതേ കളിപ്പാട്ടം കിട്ടിയാൽ നമുക്ക് സന്തോഷം തോന്നത്തില്ല. അപ്പൊ ഓരോന്നും നമുക്ക് ലഭിക്കേണ്ട ഒരു ഘട്ടമുണ്ട്, ഓരോ ഘട്ടത്തിലും നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരാളുടെ സന്തോഷമുണ്ട്, മനസ്സമാധാനമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോ ഇതിൽ തന്നെ മതി, ഞാൻ ഈ രീതിയിൽ മതി എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ലൈഫ് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും.
ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്രൈസിസ് സോൺ അവിടെ കടന്നു വരാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു മേഖലയിൽ ഒരു വ്യക്തി ഒരു ജോലിയിൽ തന്നെ തുടരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ജോലിയിൽ തന്നെ ഒരു ക്രൈസിസ് വരുന്നു. ഇപ്പൊ കാലഘട്ടങ്ങൾ മാറുമ്പം ആ ജോലിയിൽ ഇത് തന്നെ ചിലപ്പോൾ ഡിമാൻഡ് കുറയാം, അല്ലെ പുതിയ അപ്ഡേഷൻസ് കടന്നു വരാം. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന പല ജോലികളും മറ്റുള്ള തലത്തിലേക്ക് മറ്റുള്ളവർ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനായിരിക്കും ഒരു ക്രൈസിസ് അവിടെ കടന്നു വരുന്നത്. അപ്പൊ ക്രൈസിസ് കടന്നു വരുമ്പം ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പം അപ്പൊ വലിയ പ്രയാസമായിരിക്കും. കാരണം പുതിയ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മറ്റു മേഖലകളിലെ സാധ്യതകളോ അതിനുവേണ്ട സ്കിൽസോ ഒന്നും നേടിയെടുത്തിട്ടില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളികൾ ഏറ്റവും അധികം പൊക്കോണ്ടിരുന്ന ഗൾഫിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പൊക്കോണ്ടിരുന്ന ഒരു സ്ഥലമാണ് കൽക്കട്ട. ഇവിടെ ബ്ലസ്സിയുടെ കൊൽക്കത്ത ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഒരു കാലത്ത് ഏതാണ്ട് 5 ലക്ഷം മലയാളികൾ കൽക്കട്ടയിലുണ്ടായിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ചിട്ട് കേരളത്തിൽ നിന്ന് എല്ലാവരും കൽക്കട്ടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബോംബെയിലേക്ക് കുടിയേറ്റമായി, പിന്നെ ഗൾഫിലേക്കായി, പിന്നെ ഇപ്പൊ യൂറോപ്പൊക്കെ ആയിട്ട്. അപ്പം ബ്ലസ്സി എന്റെ ഒരു സുഹൃത്തൂടെ. അപ്പൊ ബ്ലസ്സി ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, ഈ കൊൽക്കത്ത ന്യൂസിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പം അവിടെ ആകെ ഇപ്പൊ ഒരു 10,000 താഴെ മലയാളികളെ അന്നുള്ളൂ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പ്. അതെ. അതായത് ഒരു കാലത്ത് 5 ലക്ഷം മലയാളികൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു 10,000 താഴെ മാത്രം മലയാളികളെ ഉള്ളൂ. പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് പഠിച്ചപ്പോൾ മനസ്സിലായത് കൂടുതൽ പേര് അന്ന് കൽക്കത്തയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ ഓഫീസുകളിലെ ടൈപ്പ് റൈറ്റേഴ്സ് ആയിട്ടും സ്റ്റെനോഗ്രാഫേഴ്സ് ആയിട്ടൊക്കെ ആയിരുന്നു. ഇവിടുന്ന് ആ കോഴ്സൊക്കെ പഠിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ. അപ്പൊ 60-കളിലൊക്കെ അത്ര ഒരു മൈഗ്രേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ആണ് ഈ പുതിയ ഒരു സാങ്കേതിക വിദ്യ, എപ്പോഴും മാറ്റങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ പുതിയ സാങ്കേതിക വിദ്യ വന്നു, കമ്പ്യൂട്ടറുകൾ വന്നു. ഏത് ഓഫീസിലും ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണ ടൈപ്പ് റൈറ്റർ വേണം. അതില്ലാതെ അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇതിന്റെ ഒന്നും പോകേണ്ട, പുറകെ പോയി പഠിക്കേണ്ട കാര്യമില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞു. വളരെ ഫാസ്റ്റ് ആയിട്ട് DTP എല്ലായിടത്തും പ്രചാരത്തിലായി. എല്ലാ ഓഫീസുകളിലേക്കും കമ്പ്യൂട്ടറുകൾ വന്നു. ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്താൽ അത് സേവ് ചെയ്താൽ എത്ര കോപ്പി വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് വന്നപ്പോഴത്തേന് DTP ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകളെല്ലാം പെട്ടെന്ന് ഓഫീസിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് DTP വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറുകൾ ഫാസ്റ്റ് ആയിട്ട് കയറി വന്നു. അതേസമയം ആ സമയത്ത് DTPയും കൂടെ പഠിച്ച ടൈപ്പ് റൈറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് കാലഘട്ടം മാറിയപ്പോൾ വളരെ ഈസി ആയിട്ട്, കാരണം അവർക്ക് ഓൾറെഡി ടൈപ്പ് റൈറ്റിംഗ് സ്കില്ലുണ്ട്, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി, സ്കിൽ അപ്ഡേഷൻ. അവർ അപ്ഡേറ്റ് ചെയ്തവർക്ക് കാലഘട്ടത്തിനനുസരിച്ച് DTPയിലും ആ ജോലി കിട്ടി, അവരതിൽ തുടർന്നു, അവരതിൽ സക്സസ് ആയി. അപ്പൊ നമ്മളും ഈ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കംഫർട്ട് സോണും ആത്യന്തികമായിട്ട് എല്ലാ കാലത്തും അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. ഇല്ല. അപ്പൊ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ കോർ കോമ്പീറ്റന്റ് ഏരിയ, നമ്മളുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള നമ്മുടെ സ്കിൽസ് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, റിലേഷൻഷിപ്പ് കോഷ്യന്റ് അത് ഏറ്റവും സുശക്തമായിരിക്കുക. ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് വളരെ പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ ചിലരുടെ കംഫർട്ട് സോൺ അവരുടെ ജോലിയായിരിക്കും. റിട്ടയർമെന്റിന് ശേഷം വലിയ ശൂന്യതയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. കാരണം ജോലിയിൽ അവർക്ക് വളരെ പ്രസൻസ്, മറ്റുള്ളവരുടെ സാന്നിധ്യം, ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നു, എൻഗേജഡ് ആണ്. പക്ഷെ ആ റിട്ടയർമെന്റിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ശൂന്യതയാണ്. അപ്പൊ അതുവരെ അവർ മറ്റുള്ള റിലേഷൻഷിപ്പിനൊന്നും അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല, ഓഫീസ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു. അപ്പൊ അത് നഷ്ടപ്പെടുമ്പം അവർക്ക് അതൊരു ശൂന്യതയാണ്. അപ്പൊ അവിടെ നമ്മൾ ഏതൊരവസ്ഥയിലാണേലും ബന്ധങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ സുഹൃത്തുക്കളാകാം, കുടുംബത്തിലുള്ള റിലേറ്റീവ്സ് ആകാം, നാട്ടിലുള്ളവരാകാം. അപ്പൊ അതും നമുക്ക് ഏതൊരു ശൂന്യത വരുന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ അല്ലാത്ത സമയത്തും എല്ലാം നമ്മുടെ മൈൻഡിനെ കൂടുതൽ എനർജൈസ്ഡ് ആക്കാൻ സഹായിക്കും. ഒപ്പം നമ്മൾ നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഏത് മേഖലയിലും ആ മേഖലയ്ക്ക് അനുസരിച്ചുള്ള നമ്മുടെ കഴിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും കാലഘട്ടത്തിനനുസരിച്ച് പിന്തള്ളപ്പെട്ടവരായി പോകത്തില്ല. അല്ലെങ്കിൽ കാലഘട്ടം മാറുമ്പോൾ, കാരണം കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറുമ്പോൾ നമ്മൾ അതിന് ഫിറ്റ് ആകാത്ത ആൾക്കാരായി തീരും. അപ്പൊ അവിടെ നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യുക, വേണ്ട പുതിയ നോളജ് അക്വയർ ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റും. ഒപ്പം ഈ പറയുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് പറയാൻ പറ്റുമെങ്കിലും വളരെ ഈസി അല്ല. അപ്പൊ അതിനൊരു തയ്യാറെടുപ്പിന്റെ ഒരു കാലഘട്ടമുണ്ട്. ആദ്യം തയ്യാറെടുക്കേണ്ടത് നമ്മൾ മനസ്സുകൊണ്ടാണ്. ഞാൻ എന്തുകൊണ്ട് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം? ഞാൻ ഇതേ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയാൽ എന്റെ ലൈഫ് എവിടം വരെ എത്തും. അപ്പൊ അതിലുപരിയായിട്ട് എന്റെ ജീവിതത്തില് ഈ ലോകത്തിലെ സാന്നിധ്യം കൊണ്ട് കൂടുതലായിട്ടുള്ള ഈ ലോകത്തിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും, അല്ലെ എന്റെ പൊട്ടൻഷ്യൽ എനിക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഒരു ചിന്തയിൽ
നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അറിവ്, നമ്മുടെ സ്കിൽസ് എല്ലാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തന്നെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ഇപ്പൊ ഞാൻ എന്റെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ ആയിരുന്നു, രാജിവെക്കാൻ തീരുമാനിച്ചു. അപ്പൊ പലരും ചോദിച്ചു, വളരെ സേഫ് ആണ്, കംഫർട്ടബിൾ ആണ്, പിന്നെ എന്തുകൊണ്ട് രാജിവെക്കുന്നു? അപ്പൊ അത് എന്റെ ജീവിതത്തിൽ ഞാൻ ആ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് രണ്ടാമത് താല്പര്യം ഉണ്ടായിരുന്ന മറ്റൊരു മേഖലയായിരുന്നു സൈക്കോളജി. മറ്റുള്ളവരുടെ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുക, കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക. അപ്പൊ ആ ഒരു ചിന്തയിലാണ് ഞാൻ രണ്ടാമത്തെ മേഖല തെരഞ്ഞെടുത്തത്. അപ്പൊ അങ്ങനെ അതിനുശേഷം സൈക്കോളജിയിൽ PhD ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ആദ്യം നിൽക്കുമ്പോഴത്തേനും നമ്മൾ അതിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്ക് മാറാനായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പുതിയ അറിവ് ആർജിക്കുക, മറ്റു മേഖലകളിൽ നമ്മുടെ സ്കിൽസ് ആർജിക്കുക എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു പെയിൻ നമ്മൾ സഹിക്കാനായിട്ട്, ആ ഒരു ക്രൈസിസ് നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ഫേസ് ചെയ്യാനായിട്ട് മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മള് ശരിയായ രീതിയിൽ നമ്മൾ അതിനെ സമീപിച്ചുകൊണ്ട് ഒരു ലോങ് ടൈം വിഷനോടുകൂടി പ്രവർത്തിച്ച് ക്രൈസിസ് വരുമ്പോഴത്തേന് ആ ക്രൈസിസിനെ അതിനനുസരിച്ച് ശരിയായ രീതിയിൽ നേരിട്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതേസമയം നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുമ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്കതൊരു സേഫ് ആയിരിക്കും, പക്ഷെ എല്ലാ കാലവും സേഫ് ആകണമെന്നില്ല. അതാണ് അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും? അപ്പൊ അവർക്ക് നമ്മുടെ തന്നെ ഓഫീസ് നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്പര് 9478748887. അപ്പൊ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മളുടെ പ്രോഗ്രാംസിന്റെ എല്ലാം ഡീറ്റെയിൽസും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ എന്റെ പേഴ്സണൽ നമ്പർ ആണെങ്കിലും അതിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റു പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ലഭ്യമായിരിക്കും. 9497216019. ഒരുപാട് സന്തോഷം സാർ ഞങ്ങളുടെ ജോയിൻ ചെയ്തതിന്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. വളരെ ആക്റ്റീവായിട്ടുള്ള നല്ലൊരു തുറന്ന സംസാരമായിരുന്നു. ഒത്തിരി സന്തോഷം.